ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഹിപ്നോസിസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയായിട്ടാണ് ഈ വീഡിയോയും പോകുന്നത്. അപ്പോൾ ഹിപ്നോസിസ് നമ്മൾ കണ്ടു, മെസ്മർ എന്ന് പറയുന്ന ആളുടെ മെസ്മറിസം എന്നുള്ള ആ ഒരു ഇതിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഹിപ്നോസിസ് ഉരുത്തിരിഞ്ഞതെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പല മേഖലകളിൽ ഹിപ്നോസിസ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ പോകുന്ന ആളുകളിൽ, അല്ലെങ്കിൽ മറ്റ് ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അങ്ങനെ പല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടും ഒക്കെ അത് ഉപയോഗിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഹിപ്നോട്ടിസം എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്, അതൊക്കെ നമുക്ക് പലപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ ഹിപ്നോസിസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു, സജസ്റ്റബിലിറ്റി ആണ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഈ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഒരു വ്യക്തിയോട് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കമാൻഡ് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ഹിപ്നോട്ടിസത്തിൻ്റെ ഒരു കാര്യം കാണുകയാണെങ്കിൽ അവിടെ ഡോക്ടർ അല്ലെങ്കിൽ ആ തെറാപ്പിസ്റ്റ് അയാൾക്ക് സജഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഉറങ്ങുകയാണ്, നിങ്ങൾ ഇന്ന ഇതിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പോയിന്റിലേക്ക് ഇത് ഫോക്കസ് നോക്കിക്കൊണ്ട് അദ്ദേഹത്തെ പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിലേക്കും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു എത്തിനോട്ടം നടത്താൻ വേണ്ടിയിട്ട് അവിടെ സഹായിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്കുള്ള ഒരു ആക്സസ് കിട്ടുകയാണ് ഹിപ്നോട്ടിസം വഴിയായിട്ട്. അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഫ്രോയിഡ് അതിനെ ഒരു ഐസ്ബർഗായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുറേ എക്സ്പീരിയൻസുകൾ കളക്റ്റഡായിട്ട് കിടക്കുന്ന ഒരു ഏരിയ, ഒരു അൺനോൺ ഏരിയ ആണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ്. നമ്മുടെ പല പേഴ്സണാലിറ്റി ഇഷ്യൂസിൻ്റെയും പ്രോബ്ലംസിൻ്റെയും കാരണമായിട്ട് പറയുന്നത് ഈ അൺകോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ വൺസ് വി ആർ അവെയർ അബൌട്ട് അവർ അൺകോൺഷ്യസ് മൈൻഡ്, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് അവെയർ ആകും തോറും നമ്മുടെ ഇമോഷണൽ പ്രഷേഴ്സ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടും. ഇതാണ് ഹിപ്നോസിസിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക്. ഹെൽപ്പിംഗ് ദ പേഴ്സൺ ടു ബി അവെയർ അബൌട്ട് ദ അൺകോൺഷ്യസ് മൈൻഡ് ഓർ ദ അൺനോൺ എക്സ്പീരിയൻസസ് ഇൻ ദ പാസ്റ്റ്. ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ അൺനോൺ എക്സ്പീരിയൻസിനെ കുറിച്ച് അവെയർ ആക്കുവാനും അവിടെ മാറ്റങ്ങൾ വരുത്തുവാനുമാണ് അവിടെ സഹായിക്കുന്നത്. ഇപ്പോൾ ധ്യാനത്തിന് അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനകൾക്കൊക്കെ പോകുന്ന വ്യക്തികൾ പലപ്പോഴും ഇമോഷണലി സഫർ ചെയ്തുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യമില്ല, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സഫർ ചെയ്യുന്നത് എന്നുള്ളത്. പുകവലിയെങ്കിൽ പുകവലി, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ, അത് എന്തുകൊണ്ടാണ് ഞാൻ സഫർ ചെയ്ത്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഏതെങ്കിലും പ്രശ്നമാകും, അത് എന്തുകൊണ്ടാണ് ആ വ്യക്തി അത് സഫർ ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. കാരണം അദ്ദേഹം അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് അവെയർ ആകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ധ്യാന കേന്ദ്രത്തിലും മറ്റുമൊക്കെ കൂടുതൽ ഇൻറ്റൻസ് പ്രയറിലൂടെ കടത്തിവിടുമ്പോൾ അവരുടെ ചൈൽഡ്ഹുഡിലേക്ക് എത്തിച്ചേരുവാനും അതിനൊരു പോസിറ്റീവ് ഔട്ട്ലുക്കോടെ കാണുവാനും അവരെ സഹായിക്കുകയാണ്. അതുവഴി അവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതായിട്ടും ഒക്കെ പലരും അങ്ങനെ അനുഭവങ്ങൾ പറയാറുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടി, ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് കൂടി അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ധ്യാനത്തിലൂടെ, പ്രയറിലൂടെ എ ടൈപ്പ് ഓഫ് ഹിപ്നോസിസ് ഈസ് ഓൾസോ ഹാപ്പനിങ്. ഒരു തരം ഹിപ്നോസിസ് മനുഷ്യന് സംഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞു, സജഷൻസ് തന്നെയാണ് നമ്മളെ ഹിപ്നോട്ടിസത്തിലേക്ക് നയിക്കുന്നതെന്ന്. ഇപ്പോൾ മെൻ്റലിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ച് സ്പോയിലേഴ്സ് ഉണ്ട് ഞാൻ പറയുന്നതിൽ, കാരണം എനിക്കതിനെക്കുറിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് അറിയില്ലെങ്കിലും എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതാണ്. അതായത് ഒരു മെൻ്റലിസം നമ്മൾ ചെയ്യുന്ന ഒരു വ്യക്തി നമ്മളറിയാതെ തന്നെ നമ്മൾ അവിടെ ഹിപ്നോട്ടിക് ആകുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. നമ്മൾ പോലും അറിയാതെ ഏതൊക്കെയോ ഏരിയകളിൽ നമ്മൾ ഹിപ്നോട്ടിക് ആകുന്ന ഒരു അവസ്ഥ. അതായത് ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. അതായത് പിഷാരടിയും റിമി ടോമിയും നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിലേക്ക് 3 വ്യക്തികളെ അവർ ക്ഷണിക്കുന്നുണ്ട്. ഒരു ബിഗ് ക്രൗഡാണ്, ഇവർ നടത്തുന്ന ഒരു ഷോയാണ്. ആ ഷോയിലേക്ക് ഒരു 3 പേരെ ഇവർ ഫ്രണ്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്, മോഹൻലാലിനെ പോലെ നടക്കാൻ വേണ്ടിയിട്ട്, പുലിമുരുകനിലെ മോഹൻലാലിനെ പോലെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന പല ആളുകൾക്കും ഒരു പേഴ്സണാലിറ്റി പ്രത്യേകതകളുള്ള ആളുകളായിരിക്കും. തങ്ങളെ മറ്റുള്ളവർ
ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ വരുന്നവരായിരിക്കും എന്നൊക്കെ പറയും. നമുക്കത് ഉള്ളതാണോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാ മനുഷ്യരിലും ഉണ്ട് ഒരു ശ്രദ്ധിക്കപ്പെടാനും നമ്മളെ ഒന്ന് ഇപ്പം നമ്മുടെ ഉള്ളിലൊക്കെ അതുണ്ട്. അപ്പോൾ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മളെ മറ്റുള്ളവർ ശ്രദ്ധിക്കാനും എന്തെങ്കിലും ഒരു മാജിക്കലായിട്ട് നമുക്ക് അറിയാനും എന്തെങ്കിലും നമ്മളെ ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം അറിയുവാനും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് അറിയാനും എപ്പോഴും നമുക്ക് വ്യാകുലത നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് മാജിക്കും മറ്റും കാണുമ്പോൾ നമ്മൾ കുറേ എക്സൈറ്റഡ് ആവുന്നത്. അപ്പോൾ മെൻ്റലിസം നടത്തുന്ന ആളുകൾ മാജിക്കും അതോടൊപ്പം തന്നെ ചില മെൻ്റൽ ട്രിക്സും ഉപയോഗിച്ച് എ ടൈപ്പ് ഓഫ് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് ഒന്നുകിൽ അവർ നമ്മളെ ആക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ അതിലേക്ക് പോകുന്നു. അതുവഴി അതിൻ്റെ ഇഫക്റ്റ് വഴി ചില ഉത്തരങ്ങൾ അവർ നമ്മളോട് പറയുകയും ആ ഉത്തരങ്ങൾ നമ്മൾ അതിൽ എക്സൈറ്റഡ് ആവുകയും ചെയ്യുന്നു. പക്ഷേ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആൻസറുകളെയാണ് അവിടെ കണ്ടെത്തുന്നത് എന്നുള്ള ഒരു വസ്തുതയാണ് എനിക്ക് നിങ്ങളോട് ഇവിടെ പറയാനായിട്ടുള്ളത്. ഒന്നും അതിൽ എക്സൈറ്റഡ് ആവാനായിട്ടുള്ള ഒരു വസ്തുത ഇല്ല എന്ന് മാത്രം എനിക്ക് തോന്നുന്നു. അതായത് ഈ മെൻ്റലിസം ചെയ്യുന്ന ആൾ അവിടെ ഒരു മീഡിയം ആയിട്ട് വർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് അവെയർ ആകുമ്പോൾ, ഇപ്പോൾ ധ്യാനത്തിന് തന്നെ പോകുന്ന വ്യക്തികൾ അവരുടെ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് അവെയർ ആകുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിലുള്ള ചില അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നു. അത് അവരുടെ മെമ്മറിയിൽ തന്നെ കിടന്നിരുന്ന കാര്യങ്ങളാണ്. അത് പ്രോപ്പർ അറ്റൻഷൻ ഫോക്കസ് വഴി നമ്മളത് മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, മെഡിറ്റേഷൻ നടത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം ചില മന്ത്രങ്ങൾ ഉരുവിടുന്ന വഴി അല്ലെങ്കിൽ സിംപിളി ശ്വസനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വഴിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോക്കസാണ് ശരിയാക്കുന്നത്, അറ്റൻഷനാണ് ശരിയാക്കുന്നത്. തൻ്റെ ആ ഒരു അറ്റൻഷനെ നേരെയാക്കുകയും ആ അറ്റൻഷൻ വഴി തൻ്റെ മനസ്സിൻ്റെ അഗാധ തലങ്ങളിലേക്ക് തന്നെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉയർത്തിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന മെൻ്റലിസത്തിലും ധ്യാനത്തിലും പ്രയറിലും എല്ലാം നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റൻഷൻ ഫോക്കസ്ഡ് ആവുകയും ആ മെമ്മറി പൂർണ്ണമായി വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലേ. ഇപ്പോൾ മെൻ്റലിസത്തിൽ ചിലപ്പോൾ മറ്റൊരു വ്യക്തി മീഡിയമായിട്ട് വർത്തിക്കുന്നത് വഴിയായിട്ട് ആയിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കൊഗ്നിറ്റീവ് സ്കിൽസ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല എന്ന് എൻ്റെ ഒരു ഊഹം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇതുവഴി നമ്മളെക്കുറിച്ച് ഇതിലൂടെയെല്ലാം നമ്മളെക്കുറിച്ച് തന്നെ കൂടുതൽ ഫോക്കസ്ഡ് ആവുകയും നമ്മളുടെ അറ്റൻഷൻ കൂട്ടിക്കൊണ്ടുവരികയും ഇതുവഴി നമ്മിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഒരു വസ്തുത. ഇത് നല്ലതിനായിട്ട് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പ്രയറിനായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇമോഷണൽ കോൺഫ്ലിക്ട്സിനെ മാറ്റാനായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇതിനൊരു പോസിറ്റീവ് റിസൾട്ടാണ് ഉണ്ടാകുന്നത്. അതുവഴി നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരികയും ചെയ്യുന്നു. സോ താങ്ക് യു ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. സോ കൈൻഡ്ലി സബ്സ്ക്രൈബ് ഇറ്റ്. താങ്ക് യു.